ഭരണം കിട്ടിയാൽ പിറ്റേ ദിവസം UDF മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കും എന്നാണ് യുവനേതാവ് PC വിഷ്ണുനാഥ് പറഞ്ഞത്. പക്ഷേ ഇതുവരയ്ക്കും മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചിട്ടില്ല. മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള യുദ്ധം തെരുവ് യുദ്ധമായി മാറിയിരിക്കുന്നു. KC വേണുഗോപാലിന്റെ ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നു കഴിഞ്ഞു. അതിൽ കരിയോയിൽ ഒഴിച്ചാണ് തതീശൻ വിഭാഗം ആഘോഷിക്കുന്നത്. തതീശന് വേണ്ടി ജനങ്ങൾ തെരുവിലിറങ്ങിക്കഴിഞ്ഞു. പരിചയസമ്പന്നതയും പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുമ്പോൾ അതിനെ പരിഹരിക്കാനുള്ള കഴിവും പരിഗണിച്ച് രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കണമെന്ന് അദ്ദേഹത്തിന്റെ പക്ഷം ആരോപിക്കുന്നു. ഘടകകക്ഷികൾ അഭിപ്രായം പറഞ്ഞിട്ടില്ലെങ്കിലും മുസ്ലിം ലീഗിന് സതീശനോടാണ് താല്പര്യം. ജോസഫ് ഗ്രൂപ്പ് MLA ആയിരിക്കുന്ന ഒരാൾ മുഖ്യമന്ത്രിയാകണമെന്ന് പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി തെരുവിൽ തല്ലുകയാണ് KCയും BDയും RCയും ഒക്കെ. ഈ സാഹചര്യത്തിൽ ഒരു വജ്രായുധം പുറത്തെടുക്കാൻ ഒരുങ്ങുകയാണ് ഹൈക്കമാൻഡ്. ഒരു സർപ്രൈസ് കാർഡുമായി ഹൈക്കമാൻഡ് എത്തും. ഉടൻ തന്നെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്ന് ഹൈക്കമാൻഡ് പറയുന്നുണ്ട്. പക്ഷേ പട നയിച്ചവൻ പാർട്ടിയെ നയിക്കട്ടെ എന്നൊരു ഭാഗത്ത്, നിയുക്ത മുഖ്യമന്ത്രി KC വേണുഗോപാലിന് അഭിവാദ്യങ്ങൾ എന്ന് മറ്റൊരു ഭാഗത്ത്, രമേശ് ജി അല്ലാതെ മറ്റാര് എന്ന് മറ്റൊരു ഭാഗത്ത്, സതീശന് വേണ്ടി തെരുവിൽ പ്രകടനം ഒരു ഭാഗത്ത്. ഇതെല്ലാം ഹൈക്കമാൻഡിനെ ഇരുത്തി ചിന്തിപ്പിക്കുന്നു. മൂന്ന് നേതാക്കൾക്കും സ്വീകാര്യനായ, ഘടകകക്ഷികൾക്ക് സ്വീകാര്യനായ ഒരാളെ മുഖ്യമന്ത്രിയായി പുറത്തിറക്കാൻ, മുഖ്യമന്ത്രിയായി കൊണ്ടുവരാൻ ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കുന്നു. ചുരുക്കത്തിൽ ആ നാലാമനായിരിക്കും കേരളത്തിലെ മുഖ്യമന്ത്രി. എല്ലാവരെയും ഒന്നിച്ചു പോക്കാൻ കൊണ്ടുപോകുന്ന ആ നാലാമൻ എത്തും. ബുധനാഴ്ച സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കും. മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുമെങ്കിലും മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് എപ്പോൾ നടക്കും എന്നുള്ളതിനെ പറ്റിയുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഹൈക്കമാൻഡ് ആകെ മൊത്തം അങ്കലാപ്പിലാണ്. 10 വർഷം കഴിഞ്ഞിരുന്ന് നോമ്പ് നോറ്റിരുന്ന് കിട്ടിയ ഭരണമാണ്. ആ ഭരണമാണ് കോൺഗ്രസ്സുകാർ അലമ്പാക്കിയത്. ആ ഭരണമാണ് കോൺഗ്രസ്സുകാർ തെരുവിലിട്ട് അലക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഹൈക്കമാൻഡ് വജ്രായുധം പുറത്തെടുക്കുന്നത്. RCയും BDയും KCയും അംഗീകരിക്കുന്ന ഒരാൾ, ആ ഒരാളെ രാഹുൽ ഗാന്ധി നിശ്ചയിച്ചു കഴിഞ്ഞു. കേരളത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു കാഴ്ചയായിരിക്കും അത്. കാണാൻ പോകുന്ന പൂരം കണ്ടു തന്നെ പറയണം. കേരളത്തിൽ പുതിയ ജാതി മത സമവാക്യങ്ങൾക്ക്, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ മതേതരത്വത്തിന് ഊർജം പകരുന്ന ആ നേതാവ് എത്തും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. കാരണം KCയും RCയും BDയും കോൺഗ്രസിന് വേണം. അവർ കേരളത്തിൽ തങ്ങളിൽ തല്ലുന്നത് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം വളരെ അസ്വസ്ഥത പകരുന്ന കാര്യമാണ്. അവർ കേരളത്തിൽ തമ്മിൽ തല്ലാൻ പാടില്ല. അവർ ഒരുമിച്ചു നിൽക്കണം. ഇതാണ് രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഹൈക്കമാൻഡ് ആ വജ്രായുധത്തെ പുറത്തെടുക്കുന്നു. കേരളത്തിൽ കോൺഗ്രസിന് ഒരു ചരിത്രപരമായ നിമിഷമായിരിക്കും അതെന്ന് ഹൈക്കമാൻഡ് വൃത്തങ്ങൾ സൂചന നൽകുന്നു. കേരളത്തിന് ചരിത്രപരമായ ഒരു നിമിഷം നൽകുന്ന, ഒരു മുഹൂർത്തം നൽകുന്ന മുഖ്യമന്ത്രി. ആ മുഖ്യമന്ത്രിയിലൂടെ എല്ലാവരുടെയും പ്രതിഷേധത്തിന് ശമനം. ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമില്ല. ഘടകകക്ഷികളെ യോജിച്ചു കൊണ്ടുപോകാൻ കഴിയും. ആ ഒരു രീതിയിലേക്കുള്ള ആ ഒരു നീക്കത്തിലാണ് ഹൈക്കമാൻഡ്. ആ നാലാമൻ കേരളത്തിൽ അത്ഭുതം കാണിക്കും എന്ന് രാഹുൽ ഗാന്ധി വിശ്വസിക്കുന്നു. രാഹുൽ ഗാന്ധിക്കും ഇഷ്ടമാണ് ആ നാലാമനെ. കർണാടകയിൽ രാഹുൽ ഗാന്ധി എടുത്ത തീരുമാനം വളരെ ശക്തമായ തീരുമാനമായിരുന്നു. DK ശിവകുമാറിനെ മാറ്റി സിദ്ധരാമയ്യയെ മുഖ്യമന്ത്രിയാക്കിയത് രാഹുൽ ഗാന്ധിയുടെ വിദഗ്ധമായ തീരുമാനമായിരുന്നു. അതുപോലെ കേരളത്തിലും വിഘടിച്ചു നിൽക്കുന്ന KC RC BD പക്ഷങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോയി ഒരുമിച്ച് ചേർക്കുന്ന ഒരു കണ്ണിയായി പ്രവർത്തിക്കുന്ന
ഘടകകക്ഷികൾക്കും സ്വീകാര്യനായ ആ നാലാമൻ കേരളത്തിൽ എത്തും.